ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മാതൃരാജ്യത്തിനായി പട്ടാള യൂണിഫോമിൽ ധീരതയോടെ പോരാടുക. മറ്റൊരു ഘട്ടത്തിൽ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിൽ രാജ്യം റെക്കോർഡുകൾ കുറിക്കുന്നതിൻ്റെ ഭാഗമാകുക. ഇങ്ങനെയൊരു അപൂർവ സൗഭാഗ്യത്തിൻ്റെ നിറവിലാണ് ഇന്ത്യൻ ഷോട്ട്പുട്ട് താരം ഹൊക്കാത്തോ സെമ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ വെങ്കല മെഡൽ നേടിയാണ് ഹൊക്കാത്തോ ഹൊട്ടോഷെ സെമ ചരിത്രം സൃഷ്ടിച്ചത്. ഇതോടെ നാഗാലാൻഡിൽ നിന്ന് ഇന്ത്യക്കായി പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ അത്ലറ്റായി സെമ മാറി. തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ദൂരമായ 14.49 മീറ്ററിലൂടെയാണ് വെങ്കല നേട്ടം. രാജ്യത്തിനായുള്ള പോരാട്ടം 40കാരനായ സെമയ്ക്ക് പുതുമയുള്ള കാര്യമല്ല. കുഞ്ഞിളം കൈകൾ ഉറയ്ക്കും മുൻപേ ഇന്ത്യൻ ആർമിയുടെ തോക്ക് കൈകളിലേന്തിയ ആളാണ് സെമ. 1983 ഡിസംബറിൽ കർഷക കുടുംബത്തിലെ രണ്ടാമനായി ജനിച്ച സെമയ്ക്ക് സൈനിക സേവനം ജീവിതോപാധി മാത്രമായിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ സൈന്യത്തിൻ്റെ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഭാഗമാകുകയെന്ന സ്വപ്നത്തിനൊപ്പമായിരുന്നു സെമ. 17-ാം വയസ്സിൽ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആദ്യപടിയെന്നോണം സൈന്യത്തിലേക്ക്. പക്ഷേ സെമയ്ക്കായി വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. 2002 ഒക്ടോബറിലാണ് സെമയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ ചൗക്കിബാലിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നതിനിടെ സെമയെ തേടി ആ ദുരന്തമെത്തി. കുഴിബോംബ് പൊട്ടി അദ്ദേഹത്തിൻ്റെ ഇടതുകാൽ നഷ്ടപ്പെട്ടു. മുട്ടിനു താഴേക്ക് പൂർണ്ണമായും കാലറ്റുപോയി. ഇതോടെ സ്പെഷ്യൽ ഫോഴ്സിൽ ചേരുകയെന്ന സ്വപ്നം പൊലിഞ്ഞു. കാൽ നഷ്ടപ്പെട്ടതായിരുന്നില്ല, സൈനിക സേവനം അവസാനിച്ചതായിരുന്നു സെമയെ അലട്ടിയിരുന്നത്. ആ ആഘാതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സെമ നന്നേ പാടുപെട്ടു. എന്നാൽ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പാരാ അത്ലറ്റിക്സിലേക്ക് തൻ്റെ ശ്രദ്ധ പൂർണ്ണമായും മാറ്റിയ അദ്ദേഹം ഇന്ത്യക്കായി ഒരു മെഡൽ എന്ന സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു കാലിന് ശേഷിയില്ലാത്തതും പേശികൾക്ക് ബലക്ഷയം വന്നതും വകവയ്ക്കാതെ പൂനെയിൽ ആർമി പാരാലിമ്പിക്സ് നോഡിൽ എത്തിയ അദ്ദേഹം പരിശീലനം ആരംഭിച്ചു. 2022 ഏഷ്യൻ പാരാ ഗെയിംസിൽ വെങ്കല മെഡലോടെ തുടക്കം. അതേ വർഷം മൊറോക്കോ ഗ്രാൻഡ് പ്രിക്സിൽ വെള്ളി മെഡൽ ജേതാവായി. ഈ വർഷം നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ 4-ാം സ്ഥാനത്തെത്തി. ഇന്നിതാ പാരീസ് പാരാലിമ്പിക്സിൽ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യക്കായി മെഡൽ നേടിയിരിക്കുന്നു. തോറ്റുപോയെന്ന് തോന്നിയിടത്ത് നിന്ന് ഒറ്റക്കാലിൽ ഉയർത്തെഴുന്നേറ്റ് വിജയിയായ അദ്ദേഹത്തിൻ്റെ യാത്ര എല്ലാവർക്കും പ്രചോദനമാകുന്നു.